നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാണൂർ ഗ്രാമത്തിനും സിനിമാ ലോകത്തിനും നഷ്ടമായി. അകാല മരണത്തിൽ സംവിധായകൻ രമേഷ് ദാസ് ഓർമ്മയായി. ഓർക്കിഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ പ്രാദേശിക വാർത്താ ചാനലുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി. ഫാദർ ഇരമ്പൻ സെബാസ്റ്റ്യന് അന്ത്യാഞ്ജലി. ബിഷപ്പുമാരും വൈദികരും സന്യാസിനിമാരും നിറഞ്ഞ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സിനിമാ സംവിധായകൻ രമേഷ് ദാസ് അന്തരിച്ചു. 46 വയസ്സായിരുന്നു. ചാഴൂർ ദുബായ് റോഡിന് സമീപം ചെത്തിക്കാട്ടിൽ പരേതനായ ദാസന്റെ മകനാണ്. 12 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരുന്നു. 3 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. മദ്രാസിലെ വിജയ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അമ്മ ശാന്ത, ഭാര്യ ജയശ്രീ, മക്കൾ നാദരൂപ, സ്വരരൂപ. ശവസംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 വീട്ടുവളപ്പിൽ നടക്കും. ക്ലബ്ബ് നാടകങ്ങളിലൂടെ വളർന്ന് സിനിമാ ലോകത്തെത്തിയ രമേഷ് ദാസ് ചെറുപ്പം തീരും മുമ്പേ മരണത്തിന് കീഴടങ്ങിയത് സിനിമാ ലോകത്തിനും പ്രത്യേകിച്ച് ചാഴൂർ ഗ്രാമത്തിനും തീര ദുഃഖമായി. തട്ടകം, ഡൊമിനിക് പ്രസന്റേഷൻ, തൽസ്കര ലഹള തുടങ്ങി 12ഓളം ചിത്രങ്ങൾ രമേഷ് ദാസ് സംവിധാനം ചെയ്തു. കുറുക്കന്തറ PO 680-571. ദേശം, അംശം എല്ലാം കുറുക്കന്തറ. എല്ലാ നാട്ടിലെയും പോലെ ഇവിടെയും ഇണക്കവും പിണക്കവും കുസൃതിയും കുറുമ്പും എല്ലാം ഉണ്ട്. എങ്കിലും കലാ സാംസ്കാരിക രംഗത്ത് ഒരു പണത്തോക്കും മുൻപിൽ നിൽക്കും ഈ കുറുക്കന്തറ ഗ്രാമം. ഇവിടെ ജാതിയില്ല. അവരെ ഇറക്കിവിട്, ഇങ്ങോട്ട് ഇറക്കിവിട്, ഞങ്ങൾക്ക് കാണാവനെ. ഇങ്ങോട്ട് ഇറക്കിവിട്, ഞങ്ങൾ സംസാരിക്കാം. ഇങ്ങോട്ട് ഇറക്കിവിട്. എന്തിനാ എന്റെ വീട്ടിൽ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? അപ്പൊ താഴ്ന്നു പറഞ്ഞില്ലേ പ്രശ്നം? എന്നാ ഞങ്ങൾ പറയാ, അവരിങ്ങോട്ട് ഇറക്കിവിട്. എടാ വാടാ ഇങ്ങോട്ട്, മര്യാദക്ക് ഇറങ്ങി വരാൻ. ഇറക്കി വിടേ അവനെ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. വരാനാ പറഞ്ഞത്. മര്യാദക്ക് ഇറങ്ങി വരുന്നുണ്ടോ? എന്തിനാണോ ഇവരിങ്ങനെ ബഹളം വെക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് കയറും. അത് മേനോനാണല്ലോ. മേനോനും കൂട്ടരോ ഇവിടെ വന്നു? അതെ. ശരി, അമ്മ ഇതങ്ങോട്ട് പിടിച്ചേ. ഇത് അമ്പലത്തിന്റെ താക്കോലല്ലേ? ഒരു നാടകക്കാരനായി എനിക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ലെന്ന് എത്രയോ തവണ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങോട്ട് പിടിച്ചേ. അപ്പോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ മണിയുടെ അമ്മ അറിഞ്ഞില്ലേ? എന്താ? അതെ, അതൊക്കെ വർഷ സമയമെടുത്ത് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. ഇന്നു മുതൽ ഞാൻ പഴശ്ശി തമ്പുരാനായിട്ടൊന്ന് മുഴുകട്ടെ. പോട്ടെ അമ്മ അവന്റെ മകളെ. അങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇങ്ങോട്ട് വാടാ. ഈ താക്കോൽ ഇവർക്ക് കൊടുത്തേ. ഇതാണോ കാര്യം? ചാവി കിട്ടി. അവരെ ഞങ്ങൾ എടുത്തോളാം. വരടാ. ഇതിൽ തട്ടകം സംസ്ഥാന ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. തമിഴിലും മലയാളത്തിലും ഒരുമിച്ച് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച രമേഷ് ദാസ് തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ഒരു മഴവിൽ സ്വപ്നം എന്ന ചിത്രത്തിന്റെ അവസാന വട്ട എഡിറ്റിംഗ് വർക്കുകൾ പൂർത്തിയാക്കാൻ 4 ദിവസം മുമ്പാണ് ഇദ്ദേഹം മദ്രാസിലേക്ക് പോയത്. ചൊവ്വാഴ്ച രാവിലെ നെഞ്ചുവേദനയെ തുടർന്ന് മദ്രാസിലെ വിജയ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രമേഷ് ദാസ് ഉച്ചതിരിഞ്ഞ് 3:30 മരണപ്പെടുകയായിരുന്നു. ഒട്ടേറെ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള രമേഷ് ദാസിന്റെ അകാല മരണം ചാഴൂർ ഗ്രാമത്തിനും സിനിമാ ലോകത്തിനും നഷ്ടം തന്നെയാണ് വരുത്തിവെച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടമുട്ടം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MV വിശാലാക്ഷി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KV സുധ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രാജ്യത്ത് ജീവിച്ചു പോകുന്നത് തന്നെ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് എന്നുള്ള വസ്തുത നമ്മൾ ഈ യോഗം മുമ്പാകെ എടുത്തു പറയേണ്ടതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാവി തലമുറയെ അത് അതിന്റേതായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വടക്കേ ഇന്ത്യയിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ ഉഷാറിൽ തന്നെ അടുത്തു വരുന്ന ലോകസഭയിൽ നമ്മളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരം പറയാനുള്ള ഒരു വാചകം. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ജില്ലാ കമ്മിറ്റി അംഗം വസന്ത മഹേശ്വരൻ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ, അല്ലി രാംദാസ് തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി.
സഖാവ് ജയപ്രകാശ് രക്തസാക്ഷിത്വ ദിനത്തിൽ AIYF നാട്ടിക വലപ്പാട് തളിക്കുളം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന്റെ ഉദ്ഘാടനം CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അനൂപ് അധ്യക്ഷനായി. സ്വർണലത ടീച്ചർ, KA ആനന്ദൻ, ഉണ്ണികൃഷ്ണൻ, VV പ്രദീപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടതുപക്ഷമോ AIYF അതുപോലെ തന്നെ ഇവിടുത്തെ CPIയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ സംഘടനകൾ മാത്രമല്ല, നമുക്കറിയാം ആ ഭരണപക്ഷത്തുള്ളവർ തന്നെ ആ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നു ഇത് ഏറ്റവും മോശമായ ഭരണമാണ്, ജനങ്ങൾ ഇതിൽ അതൃപ്തരാണ് എന്ന്. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഈ വളരെ പരമപ്രധാനമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AIYF നടത്തുന്ന ഈ മാർച്ചിന്, സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഈ മാർച്ചിന്റെ ഭാഗമായി നടത്തുന്ന ഈ നാട്ടി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള മാർച്ചിന് കേരള മഹിളാ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ഓർക്കിഡ് കമ്മ്യൂണിക്കേഷൻസിന്റെ പ്രാദേശിക ചാനലുകളുടെ ഒന്നാംഘട്ട ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി. ഇനി മുതൽ വലിയ ചാനലിന്റെ മികവോടെ സെറ്റർ ബോക്സിൽ തൃശൂർ വിഷൻ 887 നമ്പറിലും ഓർക്കിഡ് ന്യൂസ് 884 നമ്പറിലും അംബുച്ചിയ 881 നമ്പറിലും പ്രേക്ഷകർക്ക് ലഭ്യമാകും. 2014 സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് പൂർത്തീകരിച്ചതെന്ന് ഓർക്കിഡ് കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർമാർ അറിയിച്ചു. പെരിങ്ങോട്ടുകരയിൽ നടന്ന വാഹനാപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വലപ്പാട് സ്വദേശി വളവത്ത് ഗോപാലൻ മകൻ ശിവദാസിനാണ് ഗുരുതര പരിക്ക്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ തൃശൂരിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ കാർ തൃപ്പയാറിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ശിവദാസിനെ എക്സ് പ്രവർത്തകർ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള.